ഇവിടെ നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ മണ്ഡലം കാര്യാലയം ഇവിടെ കുന്നിക്കോടേക്ക് അതിന്റെ കാര്യാലയം മാറ്റി പ്രവർത്തനം ആരംഭിക്കുന്ന സന്ദർഭത്തിൽ ഇവിടെ ഈ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന പാർട്ടിയുടെ നിയോജക മണ്ഡലം പ്രസിഡന്റ് ശ്രീ ജി ബാഹുലയൻ, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷ ശ്രീമതി രാജീവ് പ്രസാദ്, മുൻ ജില്ലാ അധ്യക്ഷൻ ശ്രീ വയക്കൽ മധു, സ്വാഗതം ആശംസിച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി ഗിരീഷ് ഇളമ്പൻ, ജില്ലാ ഉപാധ്യക്ഷൻ ശ്രീ പുത്തയം ബിജു, മുൻ സംസ്ഥാന ഉപാധ്യക്ഷ ബി രാധാമണി, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ വയക്കൽ സോമൻ, ശ്രീ ജയചന്ദ്രൻ, ശ്രീ അരുൺ, ജില്ലാ സെക്രട്ടറിയും മണ്ഡലം പ്രഭാരിയുമായിട്ടുള്ള ബബുൽ ദേവ്, ജില്ലാ സെക്രട്ടറി ബൈജു തോട്ടശ്ശേരി, സംസ്ഥാന കൗൺസിൽ അംഗം ശ്രീ വിളക്കുടി ചന്ദ്രൻ, കൃതജ്ഞത രേഖപ്പെടുത്തുന്ന നിതീഷ്, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പാർട്ടിയുടെ നേതാക്കളെ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ഈ ഹാളിനകത്ത് പ്രവേശിക്കാൻ സാധിക്കാത്ത, പുറത്തുനിന്ന് എന്റെ വാക്കുകൾ ശ്രവിക്കുന്ന ബിജെപിക്കാരായവരും അല്ലാത്തവരുമായിട്ടുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും എന്റെ നമസ്കാരം. നേരത്തെ ഇവിടെ അധ്യക്ഷൻ ഇവിടെ സൂചിപ്പിച്ചു, ചെങ്ങമനാട് പ്രവർത്തിച്ചിരുന്ന പാർട്ടിയുടെ നിയോജക മണ്ഡലം കാര്യാലയം കുന്നിക്കോടേക്ക് അതിന്റെ പ്രവർത്തനത്തിന്റെ കേന്ദ്രം ഇങ്ങോട്ടേക്ക് മാറ്റി ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്ന ചടങ്ങ് എന്നുള്ള നിലയിലാണ് ഈ പരിപാടി ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ളത്. ഈ പ്രദേശം ദേശീയ പ്രസ്ഥാനങ്ങൾ സജീവമായിട്ടുള്ള പ്രദേശമാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ സൂചനയാണ് ഇന്ന് ഈ ചടങ്ങിൽ 50 വർഷം മുൻപ് ദേശീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി പ്രവർത്തിച്ചിരുന്നവർ ആ കാലത്ത് ഈ നാട്ടിൽ ജനാധിപത്യം വെല്ലുവിളികൾ നേരിട്ടപ്പോൾ, ജനാധിപത്യം ഭീഷണി നേരിട്ടപ്പോൾ, പൗരാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട സാഹചര്യത്തിൽ അതിനു വേണ്ടിയിട്ട് പോരാട്ടം നടത്തിയ ആളുകൾ ഈ മണ്ണിൽ നിന്നുണ്ടായി. അവരെ നമ്മൾ ഇന്ന് സ്മരിക്കുന്നു, അവരെ നമ്മൾ ഇന്ന് ആദരിക്കുന്നു, അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ഊർജം ഉൾക്കൊള്ളാൻ ഇപ്പോഴത്തെ ബിജെപിയുടെ പ്രവർത്തക നിര സന്നദ്ധമാകുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ പ്രസ്ഥാനങ്ങളും 50 വർഷം മുൻപുണ്ടായിരുന്ന സാഹചര്യത്തിൽ നിന്ന് എത്രമാത്രം മുന്നോട്ട് പോയി, എത്രമാത്രം ജനസ്വാധീനം കൈവരിച്ചു എന്നുള്ളതാണ്. ഇന്ന് ആ ജനസ്വാധീനം ഇന്ന് ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് നമ്മുടെ ഈ പരിപാടി നടക്കുന്നത്. കാരണം സമ്പൂർണമായും പരാജയപ്പെട്ട ജനവിരുദ്ധമായിട്ടുള്ള ഒരു സർക്കാർ ഭരിക്കുന്ന സംസ്ഥാനമായിട്ട് കേരളം മാറിയിരിക്കുകയാണ്. മന്ത്രിമാര് സ്വയം പറഞ്ഞിരിക്കുന്നു, സിസ്റ്റം തകർന്നിരിക്കുകയാണ്. അതാണിപ്പോ എല്ലാ മന്ത്രിയും പറയുന്നത്. ഏത് പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാലും ആരോഗ്യമന്ത്രി പറയുന്നത് സിസ്റ്റം തകർന്നിരിക്കുന്നു, വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് സിസ്റ്റം തകർന്നിരിക്കുന്നു, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് സിസ്റ്റം തകർന്നിരിക്കുന്നു. ഓരോ വകുപ്പും എന്ന് പറഞ്ഞാൽ ഓരോ സിസ്റ്റമാണ് എന്ന് കണക്കിലെടുത്താൽ ഇവരെല്ലാവരും സിസ്റ്റം തകർന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ സമ്പൂർണമായിട്ടുള്ള തകർച്ചയാണ് ഈ സർക്കാരിന്റെ കീഴിൽ, സർക്കാരിന്റെ ഭരണത്തിലുണ്ടായിരിക്കുന്നത്
എന്നാണ് മന്ത്രിമാര് സ്വയം സാക്ഷ്യപ്പെടുത്തുന്നത്. ആരോപണമല്ല, പ്രതിപക്ഷം ആരോപിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ മന്ത്രിമാര് സ്വയം പറയുകയാണ് സിസ്റ്റം തകർന്നു. ഇന്നലെ ഇതേ ജില്ലയിലാണ് ഒരു കൊച്ചുകുട്ടിക്ക് സ്വന്തം ജീവൻ നഷ്ടപ്പെട്ടത്. എങ്ങനെ നഷ്ടപ്പെട്ടു നമുക്കറിയാം. അങ്ങേയറ്റത്തെ ഉത്തരവാദിത്തമില്ലായ്മയുടെ ഫലമായിട്ടാണ് അത് ഉണ്ടായിട്ടുള്ളത്. 40 വർഷമായി ആ കെട്ടിടം അവിടെ ആ ലൈൻ വലിച്ചു എന്നാണ് പറയുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി അതോറിറ്റി, സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റിയുടെ നിർദ്ദേശം ഇങ്ങനെയുള്ള കെട്ടിടങ്ങളുടെ മുകളിലൂടെ ഒരു തരത്തിലുള്ള വൈദ്യുതി ലൈനുകളും പാടില്ല എന്നുള്ളതാണ്. പിന്നെ എങ്ങനെ ഇത് നടക്കുന്നു? കാരണം ഒരൊറ്റ കാരണമേ ഉള്ളൂ. കാരണം ഞങ്ങൾ ഭരിക്കുന്നു, ആര് ഞങ്ങളെ ചോദ്യം ചെയ്യും? പാർട്ടിക്കാരനായിട്ടുള്ള ഒരാള് അവിടെ ലോക്കൽ സെക്രട്ടറിയാണ്, അവിടുത്തെ സ്കൂളിന്റെ മാനേജർ. ഏതെങ്കിലും ഇലക്ട്രിസിറ്റി ഉദ്യോഗസ്ഥന് ധൈര്യം ഉണ്ടാവൂ അവിടെ ചെന്നിട്ട് ഈ സ്കൂളിന്റെ മുകളിലൂടെയുള്ള ഈ ലൈൻ ഞാൻ വിച്ഛേദിക്കും, അല്ലെങ്കിൽ ഈ സ്കൂളിന് ഇവിടെ പ്രവർത്തിക്കാനുള്ള അനുവാദമില്ല എന്ന് പറയാൻ പറ്റില്ല. ഇനി അഥവാ ആരെങ്കിലും അങ്ങനെ പറഞ്ഞു എന്നിരിക്കട്ടെ, അപ്പൊ പിന്നെ അടുത്തത് നടക്കുക, ആ ആൾക്ക് എന്തെങ്കിലും ചില്ലറ കൊടുത്ത് അയാളെ കണ്ണടപ്പിക്കുക. അപ്പൊ ഭരണം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടി, ജനാധിപത്യത്തിന്റെ അർത്ഥം അതാണ്. ജനാധിപത്യം ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണ സംവിധാനമാണ് ജനാധിപത്യം. ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടി, ആ പാർട്ടിക്കാർക്ക് വേണ്ടി നടത്തുന്ന ഭരണമായിട്ട് കേരളത്തിലെ ഭരണം മാറിയിരിക്കുന്നു. അവർക്ക് ഈ നിയമങ്ങളൊന്നും ബാധകമല്ല. അവർക്ക് എന്ത് അഴിമതിയും കാണിക്കാം. ഒരഴിമതിയും ചോദ്യം ചെയ്യാൻ ആര് മുതിർന്നു കഴിഞ്ഞാലും ആ അഴിമതി ചോദ്യം ചെയ്യാൻ മുതിരുന്നവരെ വായടക്കാനുള്ള സംവിധാനങ്ങൾ, അത് ഭീഷണിപ്പെടുത്തിയിട്ടാണെങ്കിലും പ്രലോഭനത്തിലാണെങ്കിലും ഒക്കെ. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ലജ്ജയില്ലാതെ കേരളം നമ്പർ 1 ആണെന്ന് വീമ്പിളക്കുകയും നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, കാണുന്നുണ്ട് ഓരോ ദിവസവും. എല്ലാ ചാനൽ ചർച്ചയിലും വന്നിരുന്ന് CPM-ന്റെ പ്രതിനിധികൾ ഒരു ഉളുപ്പുമില്ലാതെ പറയാണ് കേരളം നമ്പർ 1 ആണ്. വിദ്യാഭ്യാസ മേഖലയിൽ നമ്പർ 1, ആരോഗ്യ മേഖലയിൽ നമ്പർ 1. സ്കൂളിൽ പഠിക്കാൻ പോകുന്ന കുട്ടികൾ ജീവനോടെ തിരിച്ചു വരുമോ എന്ന് ഉറപ്പില്ലാത്ത സാഹചര്യത്തിലാണ് ഇന്ന് കുട്ടികളെ അച്ഛനമ്മമാര് സ്കൂളിലേക്ക് പറഞ്ഞേക്കേണ്ടി വരുന്നത്. അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്താണ് പറയുന്നത് കേരളം നമ്പർ 1 ആണെന്ന്. ഷോക്കടിച്ച് മരിക്കാം, പാമ്പ് കടിയേറ്റ് മരിക്കാം, അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഏറ്റവും കുറഞ്ഞത് കുട്ടികളുടെ ജീവന്റെ സുരക്ഷിതത്വമെങ്കിലും ഉറപ്പുവരുത്താൻ ഈ മന്ത്രിക്ക് സാധിക്കട്ടെ. ഇതിപ്പോ നടപടിയെടുത്തു എന്നാ പറഞ്ഞത്. ആർക്കെതിരായിട്ട്? അധ്യാപകർക്കെതിരായിട്ട്. ആ സ്കൂൾ നടത്തുന്ന മാനേജർക്ക് ഇതിൽ ഉത്തരവാദിത്വം ഇല്ലേ? ആ മാനേജറല്ലേ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ആ മാനേജർക്കാണ്. പക്ഷെ മാനേജർക്കെതിരായിട്ട് നടപടി എടുക്കില്ല, കാരണം മാനേജർ ലോക്കൽ സെക്രട്ടറിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മാർക്സിസ്റ്റ് പാർട്ടിക്കാരന് എന്ത് തോന്നിവാസവും കാണിക്കാം, അങ്ങനെയുള്ള ആൾക്കാർക്കെതിരായിട്ട് ഒരു നടപടിയും എടുക്കില്ല എന്നുള്ള സാഹചര്യം, ആ സാഹചര്യം കേരളത്തിൽ ഉണ്ടായിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായും കേരളത്തിൽ അക്രമങ്ങൾ ഉണ്ടാവും, കേരളത്തിൽ നിയമരാഹിത്യം ഉണ്ടാകും, നിയമവാഴ്ച തകരും, ചോദ്യം ചെയ്യാൻ ആരുമില്ലാത്ത സാഹചര്യം ഉണ്ടാകും. ഇലക്ട്രിസിറ്റി ബോർഡിനെതിരായിട്ട് നടപടിയില്ല. അവിടെ ഈ തരത്തിലൊരു ഇലക്ട്രിസിറ്റി ലൈൻ അവിടെ നിലനിൽക്കാൻ, പ്രവർത്തനക്ഷമമായിട്ട് നിൽക്കാൻ അനുവദിച്ച ഉദ്യോഗസ്ഥന്മാർ, വളരെ ഗുരുതരമായിട്ടുള്ള കുറ്റമാണ് അവരുടെ ആ ഉദ്യോഗസ്ഥന്മാർ കാണിച്ചിട്ടുള്ളത്. അവർക്കെതിരായിട്ട് ഒരു നടപടിയില്ല. പാവം അധ്യാപകർക്കെതിരായിട്ട് മാത്രം നടപടിയെടുത്ത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം. ഏതാണ്ട് ഒരു മാസത്തിനപ്പുറത്താണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനിടയിൽ
പന്നിക്കണിയിൽ ഒരു ചെറുപ്പക്കാരന് ജീവൻ നഷ്ടപ്പെട്ടു. അന്നും ഇതേ സമീപനം തന്നെയാണ് എടുത്തത്. കഴിഞ്ഞ ആഴ്ചയാണ് കോട്ടയത്ത് മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്ന് കൂട്ടിരിപ്പുകാരിയായിട്ടുള്ള ഒരു സ്ത്രീ അവർക്ക് ജീവൻ നഷ്ടപ്പെട്ടത്. നിലമ്പൂരിൽ ആർക്കെങ്കിലും എതിരായിട്ട് നടപടി ഉണ്ടായോ? കോട്ടയത്ത് ആർക്കെങ്കിലും എതിരായിട്ട് നടപടി ഉണ്ടായോ? കോട്ടയത്ത് ആ കെട്ടിടം, ഉപയോഗശൂന്യമായിട്ടുള്ള കെട്ടിടം പൊളിച്ചു നീക്കാനുള്ള ഉത്തരവാദിത്വമുള്ള ആളുകൾ, ആ ആളുകൾ എന്തുകൊണ്ട് പൊളിച്ചു നീക്കിയില്ല എന്നുള്ള ചോദ്യം ചോദിച്ചോ? അതിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകൾക്കെതിരായിട്ട് എന്തെങ്കിലും ഒരു അച്ചടക്ക നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. അപ്പൊ അതിനർത്ഥം ഒരാൾക്കും ഒരു ഉത്തരവാദിത്വവുമില്ല. സർക്കാരിന് നേതൃത്വം നൽകുന്ന മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകൾ, അവർക്ക് പോലും ഉത്തരവാദിത്വമില്ല എന്നുള്ളതാണ്. നമ്മുടെ മന്ത്രി ഈ നാട്ടുകാരിയാണ്. അവർ പറഞ്ഞത് ആ കുട്ടി ഷീറ്റിന്റെ മുകളിൽ വലിഞ്ഞു കയറിയത് കൊണ്ടല്ലേ മരിച്ചതെന്ന്. ഇത്ര നിർദാക്ഷിണ്യം, ഒരു കുഞ്ഞിന്റെ ജീവൻ, ആ ജീവൻ നഷ്ടപ്പെട്ടിട്ട് ഇത്രയും കണ്ണിൽ ചോരയില്ലാത്ത വർത്തമാനം പറയുന്ന മന്ത്രിമാര്, അങ്ങനെയുള്ള മന്ത്രിമാര് കേരളം ഭരിക്കുന്നു എന്നുള്ളത് കേരളത്തിന്റെ ഏറ്റവും വലിയ ലജ്ജാകരമായിട്ടുള്ള അവസ്ഥയാണ് കാണിക്കുന്നത്. ആരോഗ്യമന്ത്രി പറഞ്ഞത്, കഴിഞ്ഞ കോട്ടയത്തെ സംഭവം നടന്നപ്പോൾ പറഞ്ഞെന്താ, ഉപേക്ഷിച്ച കെട്ടിടത്തിൽ കുളിക്കാൻ പോയത് കൊണ്ടല്ലേ മരിച്ചതെന്നാണ്. നമ്മുടെ മെഡിക്കൽ കോളേജുകളിലും സർക്കാർ ആശുപത്രികളിലും അവിടെ കിടക്കാൻ തന്നെ ആവശ്യത്തിന് കട്ടിലില്ല. തറയിലാണ് പലരും കിടക്കുന്നത്. ഒരു ബെഡിലാണ് രണ്ടുപേര് കിടക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു ബെഡിൽ രണ്ടുപേരെ കിടത്തിയതിന് ശേഷം മൂന്നാമത്തെ ആൾ വന്നു കഴിഞ്ഞാൽ അയാൾ തറയിലാണ് വിരിച്ച് കിടക്കുന്നത്. അവർക്ക് മെഡിക്കൽ കോളേജിലെ കെട്ടിടങ്ങളിൽ സർക്കാർ അറേഞ്ച് ചെയ്തിട്ടുള്ള ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഇല്ലാതിരിക്കുമ്പോ അവര് ഉപയോഗശൂന്യമാണോ അല്ലയോ എന്ന് നോക്കാതെ അവർക്ക് കിട്ടുന്ന സൗകര്യം, ആ സൗകര്യം പ്രയോജനപ്പെടുത്തി പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ ശ്രമിക്കും. വനമന്ത്രി പറഞ്ഞത് കാട്ടുപോയിട്ടല്ലേ ആന കുത്തുന്നതെന്ന്. ഇങ്ങനെയുള്ള മന്ത്രിമാര്, ഇങ്ങനെയുള്ള കോമാളിമാര് എന്നാണ് സത്യത്തിൽ അവരെ വിളിക്കുന്നത്. ഈ കോമാളിമാരാണ് കേരളം ഭരിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ ഓഫീസിന്റെ, ഈ കാര്യാലയത്തിന്റെ ഉദ്ഘാടനം നടക്കുന്നത്. ജനങ്ങളുടെ ജീവനും സുരക്ഷിതത്വവും സംരക്ഷിക്കാനുള്ള ചുമതല ഏറ്റെടുക്കാൻ, അത് നിർവഹിക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. അത് വേണമെങ്കിൽ ജനങ്ങൾ സ്വയം നോക്കിക്കോ എന്നുള്ള സമീപനം, ആ സമീപനമാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രിക്ക് ഇതിനെ കുറിച്ചൊന്നും ഒരു താല്പര്യമില്ല. അദ്ദേഹത്തിന്റെ സ്വന്തം ജീവനെ കുറിച്ച് മാത്രമേ താല്പര്യമുള്ളൂ. അതുകൊണ്ട് അദ്ദേഹം ദുബൈയിലും അമേരിക്കയിലും ഒക്കെ കറങ്ങി നടക്കുകയാണ്. അദ്ദേഹത്തിന്റെ സ്വന്തം ജീവൻ നോക്കി. കേരളം നമ്പർ 1 ആണ്. പക്ഷേ എന്റെ ചികിത്സക്ക് ഞാൻ അമേരിക്കയിൽ പോകും. ഈ നമ്പർ 1 നിങ്ങളൊക്കെ നോക്കിക്കോ. കേരളത്തിന്റെ ആരോഗ്യ മേഖല ലോകത്തിന്റെ മാതൃകയായിട്ടുള്ള ആരോഗ്യ മേഖലയാണ്. പക്ഷെ എന്റെ ചികിത്സ നടത്തണമെങ്കിൽ ഞാൻ അമേരിക്കയിൽ. കാരണം ഈ നമ്പർ 1-നേക്കാൾ മെച്ചപ്പെട്ടത് വേറെ ലോകത്ത് ഉണ്ട് എന്ന് സ്വയം ബോധ്യമുള്ളതുകൊണ്ട് സ്വന്തം കാര്യം വരുമ്പോ ഈ നമ്പർ 1 എന്ന് പറയുന്ന പ്രചാരവേല, ആ പ്രചാരവേല അത് പ്രചാരവേല മാത്രമായിട്ട് നിലനിർത്തിക്കൊണ്ട് സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് മറ്റ് സംവിധാനങ്ങൾ തേടി പോകുന്ന സാഹചര്യം. അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ സിസ്റ്റം തകരാറിലായാലും ഒരു പ്രശ്നമില്ല. നമ്മുടെ കേരള സർവകലാശാലയിൽ ഏതാണ്ട് 2 ആഴ്ചയിലേറെ കാലമായിട്ട് സമ്പൂർണ്ണ ഭരണസ്തംഭനമാണ്. സർവകലാശാലയുടെ നിയമം, സർവകലാശാല ഭരിക്കുന്നത് വൈസ് ചാൻസലറാണ്. പക്ഷേ ആ വൈസ് ചാൻസലറുടെ ഭരണത്തെ, വൈസ് ചാൻസലറുടെ അധികാരത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ സിൻഡിക്കേറ്റ് മെമ്പർമാർ എന്നുള്ള പേരും പറഞ്ഞ്
അവിടുത്തെ ഭരണത്തെ മുഴുവൻ തന്നെ അട്ടിമറിക്കാൻ, ആ ഭരണത്തെ മുഴുവൻ തന്നെ താറുമാറാക്കാൻ അതിനു വേണ്ടിയിട്ട് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് CPM അനുകൂലികളായിട്ടുള്ള ഒരു പറ്റം സിൻഡിക്കേറ്റ് മെമ്പർമാർ. നഷ്ടം ആർക്കാ? നഷ്ടം നമ്മുടെ നാട്ടിലെ കുട്ടികൾ, നമ്മുടെ കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികൾ, അവരുടെ പഠനം, അവർക്ക് വേണ്ടിയിട്ടുള്ള പരീക്ഷകൾ, ആ പരീക്ഷയുടെ മൂല്യനിർണ്ണയം, ആ പരീക്ഷയുടെ ഫലപ്രഖ്യാപനം, ഇതെല്ലാം വൈകും. ഈ നാട്ടിലെ ജനങ്ങൾക്ക്, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ, ആ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ അവരുടെ സ്വന്തം മക്കളെ കേരളത്തിലെ കലാലയങ്ങളിൽ അയച്ച് പഠിപ്പിക്കുന്ന ആളുകൾ, ആ ആളുകൾക്കാണ് നഷ്ടം വരുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ എഞ്ചിനീയറിംഗ് പരീക്ഷ അത് മൊത്തം കുളമാക്കി. കേരളത്തിലെ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസത്തിന്റെ പ്രവേശന പരീക്ഷയുടെ വിശ്വാസ്യത അടക്കം തകർത്തു. ഈ കൂട്ടത്തിലൊരു 10-40 വർഷം മുമ്പുള്ള കാലം ഓർമ്മയുള്ള ആളുകൾക്ക്, എന്റെ ഓർമ്മ 80കളുടെ തുടക്കത്തിലോ മറ്റാണെന്നാണ്, 0+0+2:428 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോർമുല ഉണ്ടായിരുന്നു. എങ്ങനെയാന്ന് വെച്ചാൽ, പരീക്ഷയിൽ 3 പരീക്ഷയിൽ 2 0-വും 1 പരീക്ഷയിൽ 2 മാർക്ക് കിട്ടി. പക്ഷെ കൂട്ടിയിട്ടപ്പോൾ 428 അങ്ങനെ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ നൽകിയ ഒരു സംഭവം പണ്ടുണ്ടായിരുന്നു. 428 മാർക്ക് കിട്ടിയതായിട്ട് രേഖയിൽ കാണിച്ച് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ നൽകിയത്. അതിനേക്കാൾ വലിയ നാണക്കേടാണ് ഏതാണ്ട് 1 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ കേരള എഞ്ചിനീയറിംഗ് അഗ്രികൾച്ചറൽ മെഡിക്കൽ എൻട്രൻസ് ടെസ്റ്റ്. എൻട്രൻസ് ടെസ്റ്റ് നടക്കുമ്പോൾ എന്താ പറഞ്ഞത്? മാർക്ക് ഇടുന്നത് ഇങ്ങനെയാണ് ചോദ്യങ്ങൾക്ക്. പരീക്ഷാഫലം വന്നപ്പോ പരീക്ഷാഫലം പ്രഖ്യാപിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പേ മന്ത്രി പ്രഖ്യാപിക്കുകയാണ്, ഞങ്ങൾ മാർക്ക് എടുക്കുന്നതിന്റെ രീതി മാറ്റി. 1:1:1 പകരം 5:3:2 എന്ന് മാറ്റാൻ പോവുകയാണ്. പരീക്ഷ എഴുതുന്ന കുട്ടി 10 മാർക്കുള്ള ചോദ്യത്തിന് മറുപടി എഴുതി കഴിഞ്ഞതിന് ശേഷം അയാളോട് പറയാണ്, പരീക്ഷയെല്ലാം കഴിഞ്ഞ് മാർക്കിട്ട് ഫലപ്രഖ്യാപനത്തിന് സമയത്ത് പറയാണ്, നീ എഴുതിയ ചോദ്യത്തിന് 10 മാർക്കില്ല, 1 മാർക്കേ ഉള്ളൂ. 10 മാർക്കുള്ള 4 ചോദ്യമുണ്ട്, 2 മാർക്കുള്ള 5 ചോദ്യമുണ്ട് തിരിക്കട്ടെ. ഈ 10 മാർക്കുള്ള 4 ചോദ്യത്തിന് ഓരോ മാർക്കേ ഉള്ളൂ. 2 മാർക്ക് വീതമുള്ള ചോദ്യത്തിന് 10 മാർക്കുണ്ട് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇന്നത്തെ കാലത്ത് കുട്ടികള് എനിക്ക് ഏതാണ് എളുപ്പത്തിൽ എഴുതാൻ കഴിയുന്നത് അതനുസരിച്ചിട്ട് എഴുതുന്നതാണ് രീതി, പരീക്ഷയുടെ രീതി. എല്ലാ ചോദ്യത്തിനും എല്ലാവരും ഉത്തരം എഴുതുക, പൂർണ്ണമായിട്ട് ഉത്തരം എഴുതുക എന്നുള്ളതല്ല ഇന്നത്തെ രീതി. അങ്ങനെ സമ്പൂർണമായിട്ട് താറുമാറാക്കി. ആര് തീരുമാനിച്ചു എന്നുള്ള ചോദ്യത്തിന് ഇന്ന് വരെ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞിട്ടില്ല, വകുപ്പ് മന്ത്രി മറുപടി പറഞ്ഞിട്ടില്ല. അസൗകര്യമുള്ള ചോദ്യങ്ങൾ വന്നാൽ, അസുഖകരമായിട്ടുള്ള ചോദ്യങ്ങൾ വന്നാൽ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാതിരിക്കുക എന്നുള്ളത് നയമാക്കിയിട്ടുള്ള ഒരു സർക്കാർ ജനാധിപത്യത്തിന് ഏറ്റവും വലിയ ഭീഷണിയാണ്. ജനങ്ങൾക്ക് ചോദ്യം ചെയ്യാനുള്ള അവകാശം, അതാണ് ജനാധിപത്യത്തിന്റെ അവകാശം. ആ ചോദ്യം ചെയ്യാനുള്ള അവകാശത്തെ വെല്ലുവിളിക്കുന്ന ആളുകളാണ് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു വിദഗ്ധ സമിതിയെ നിയോഗിക്കുന്നു. ആ വിദഗ്ധ സമിതി പറയുന്നു, ഇതൊക്കെ പഠിച്ചിട്ട് പറയുന്നു, ഇപ്പോഴുള്ള സംവിധാനത്തിൽ മാറ്റം വേണം. പക്ഷേ എങ്ങനെ മാറ്റം വേണം എന്നുള്ളതിനെ കുറിച്ച് വിശദമായി പഠിക്കണം. ഈ വർഷം ഒരു കാരണവശാലും മാറ്റം ഉണ്ടാക്കരുത്. പക്ഷേ ആരോ മാറ്റം ഉണ്ടാക്കി. ആരാണ് മാറ്റം ഉണ്ടാക്കിയെന്ന് എനിക്കറിയില്ല. എന്നിട്ട് അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് കുട്ടികൾ കോടതിയിൽ പോയപ്പോ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു. കോടതിയോട് പറഞ്ഞു, ഞങ്ങളൊരു വിദഗ്ധ സമിതിയെ നിയോഗിച്ച് ആ വിദഗ്ധ സമിതിയുടെ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ മാറ്റം വരുത്തിയത്. കോടതിക്ക് ഇവരെ വിശ്വാസമില്ലാത്തതുകൊണ്ട് കോടതി പറഞ്ഞു, ഒന്ന് ആ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് തരൂ. വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് വരുത്തി പരിശോധിച്ചിട്ട് കോടതി പറഞ്ഞു, ഇതിലങ്ങനെയല്ലല്ലോ പറയുന്നത്. അപ്പൊ പറഞ്ഞു, അല്ല, എൻട്രൻസ് കമ്മീഷണർ ഈ സംവിധാനത്തിൽ മാറ്റം വരുത്തണമെന്ന് പറഞ്ഞു. എൻട്രൻസ് കമ്മീഷണറുടെ കത്ത് ഹാജരാക്കാൻ പറഞ്ഞു. അതിലുമില്ല. എന്ന് പറഞ്ഞാൽ കോടതിയെ അടക്കം കോടതിയുടെ മുന്നിൽ പച്ചക്കള്ളം പറഞ്ഞ്
ഈ കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ വഞ്ചിക്കാൻ ശ്രമിച്ച ഒരു സർക്കാർ, അത് സമ്പൂർണമായിട്ട് പരാജയപ്പെട്ടതിന് ശേഷവും ഇപ്പോഴും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരാരാണ് എന്നറിയില്ല. നമ്മുടെ നാട്ടില് കുട്ടികൾ CBSE പഠിക്കുന്ന കുട്ടികളുണ്ട്, 10ാം ക്ലാസ് വരെ, 12ാം ക്ലാസ് വരെ. നമ്മുടെ കേരളത്തിലെ എയ്ഡഡ് ഗവൺമെന്റ് മേഖലയിൽ പഠിക്കുന്നവരുണ്ട്. ഇവരുടെയൊക്കെ കഴിവുകൾ, അവരുടെ പരിശീലനം അതനുസരിച്ചിട്ട് അവർക്ക് കൂടിയും കുറഞ്ഞും ഒക്കെ മാർക്ക് കിട്ടും. അതിന് ചെയ്യേണ്ടത് എന്താ? CBSE കുട്ടികൾക്ക് കൂടുതൽ മാർക്ക് കിട്ടുന്നു എന്നിരിക്കട്ടെ, നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനം മെച്ചപ്പെടുത്തണം. പകരം കോടതിയെയും ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ശ്രമം നടത്തി ജനങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിച്ചപ്പോ കേരള ഹൈക്കോടതി ചോദിച്ച ചോദ്യം, ഇത് ആര് മാറ്റി, എന്തിന്റെ അടിസ്ഥാനത്തിൽ മാറ്റി എന്നുള്ളതിന് ഉത്തരം നൽകാൻ പറ്റാതായപ്പോ സുപ്രീം കോടതി വരെ എത്തിയ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ കേരള ഗവൺമെന്റ് കക്ഷി ചേരാനതിൽ നിന്ന് പിന്മാറി. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, എന്റെ ബലമായ സംശയം ഇതിൽ ഈ CPM-കാര് പണ്ടൊക്കെ കൂത്തുപറമ്പിലെ ഒരു പുഷ്പന്റെ കാര്യവും പറഞ്ഞിട്ട് ഈ കേരളം മുഴുവൻ പാടി നടക്കുന്ന ആളുകളാണ്. വിദ്യാഭ്യാസ കച്ചവടക്കാർക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ രക്തസാക്ഷിയായ ആളാണെന്നാണ് പുഷ്പനെ കുറിച്ച് പറയുന്നത്. ഈ എൻട്രൻസ് പരീക്ഷകളുടെ മേഖലയിലുള്ള ധാരാളം വിദ്യാഭ്യാസ കച്ചവടക്കാരുണ്ട്. നാട്ടിലെ എല്ലാ സ്ഥലത്തും എൻട്രൻസ് മേഖലയിലും വലിയ കച്ചവടക്കാർ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. ഇത്രയും കാലം കച്ചവടക്കാര് നഴ്സറി ക്ലാസ് നടത്തുന്നവരോ അല്ലെങ്കിൽ സെൽഫ് ഫൈനാൻസിങ് കോളേജുകൾ നടത്തുന്നവരോ മാത്രമാണ് എന്നാണ് കരുതിയിരുന്നത്. ഇപ്പൊ ഏറ്റവും വലിയ കച്ചവടം നടക്കുന്നത് എൻട്രൻസ് പരീക്ഷയിലാണ്. ലക്ഷക്കണക്കിന് കുട്ടികളാണ് ഓരോ വർഷവും പരീക്ഷ എഴുതുന്നത്. നമ്മളെ സംബന്ധിച്ചോളം, നമ്മുടെ രക്ഷിതാക്കളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചോളം നമ്മൾ ആഗ്രഹിക്കുന്നത് കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകണം, അവർക്ക് എൻട്രൻസ് പരീക്ഷ എഴുതാനുള്ള പരിശീലനം നൽകണം. അപ്പൊ അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ വന്നിട്ട് നമ്മുടെ നാട്ടിലെ സ്കൂളുമായിട്ട് ചേർന്നിട്ട് ഇവിടെ അങ്ങനെ ഒരു കേന്ദ്രമുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കുട്ടികളെ അവിടെ പഠിപ്പിക്കാൻ അയക്കും. പക്ഷെ അവർ ചെയ്യേണ്ടത് എന്താ? ആ കുട്ടികൾക്ക് നല്ല പരിശീലനം കൊടുത്ത് അവരെ അറിവുള്ളവരാക്കണം. അതല്ലാതെ കുറുക്ക് വഴിയിലൂടെ അവരെ മെഡിക്കൽ കോളേജിലോ എഞ്ചിനീയറിംഗ് കോളേജിലോ പ്രവേശനം നൽകാൻ തരപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ നാളെ അങ്ങനെയുള്ള എഞ്ചിനീയർമാര്, അവിടുന്ന് പാസ്സായി വരുന്ന എഞ്ചിനീയർമാര് പാലം പണിത് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പൊളിയുന്ന പാലം പോലെ, പഴയ പഞ്ചവടി പാലം പോലെയുള്ള അവസ്ഥയായി. ഈ എൻട്രൻസ് പരീക്ഷയിലെ കച്ചവടക്കാർ കഴിഞ്ഞ ദിവസം എന്നോടൊരു സുഹൃത്ത് പറഞ്ഞത്, CPM ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും ഓരോ കച്ചവടക്കാരുടെ ആശ്രയത്തിലാണ്, ബലത്തിലാണ് അവർ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നാണ്. ഇനിയൊരു തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്, കോടികൾ ആവശ്യമുണ്ട്. ആ കോടികൾ എങ്ങനെ കിട്ടും? കേരളത്തിൽ വ്യവസായങ്ങളൊന്നുമില്ല. കേരളത്തിൽ ആകെ 2 വ്യവസായമേ, ഒന്ന് വിദ്യാഭ്യാസം, 2 ആരോഗ്യം. ഇത് രണ്ടല്ലാതെ വേറെ വ്യവസായങ്ങൾ കേരളത്തിൽ വൻകിട വ്യവസായങ്ങളില്ല. അപ്പൊ വിദ്യാഭ്യാസ മേഖലയിലെ കച്ചവടക്കാരിൽ നിന്ന് കോടികൾ പാർട്ടിയുടെ ഖജനാവിലേക്കും സ്വന്തം പോക്കറ്റിലേക്കും കിട്ടണമെങ്കിൽ അവര് പറയുന്ന രീതിയിൽ നിയമങ്ങൾ മാറ്റിമറിക്കണം. അങ്ങനെ കേരളത്തിലെ പ്രവേശന പരീക്ഷകളിലടക്കം കൃത്രിമം കാണിക്കുന്ന, പച്ചക്കള്ളം പറയുന്ന, ഞാൻ ചോദിക്കട്ടെ, ഒരു ഉദ്യോഗസ്ഥൻ ഇങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ആ ഉദ്യോഗസ്ഥനെതിരായിട്ട് നിയമ നടപടി എടുക്കാനുള്ള വകുപ്പുകൾ അതിലുണ്ട്. പക്ഷെ ഇതാര് ചെയ്തു എന്ന് ഇപ്പോഴും പുറത്തു പറയാത്ത രീതിയിലാണ്. മന്ത്രിസഭ തീരുമാനിച്ചു എന്നാണ് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ നാട്ടില് പരീക്ഷയ്ക്ക് എത്ര മാർക്ക് കൊടുക്കണമെന്ന് മന്ത്രിസഭയാണ് തീരുമാനിക്കുന്നതെങ്കിൽ ഇത് പരീക്ഷയില് ചോദ്യപേപ്പർ വേണ്ട, പരീക്ഷയിൽ ഉത്തരം എഴുതേണ്ട ആവശ്യമില്ല. ഓരോ കുട്ടിയെയും കുറിച്ച് മന്ത്രിസഭ തീരുമാനം എടുത്താൽ മതി. മന്ത്രിസഭയ്ക്ക് അങ്ങനെയുള്ള എന്ത് അധികാരമുണ്ട്? മന്ത്രിസഭയ്ക്ക് സാങ്കേതികമായിട്ടുള്ള വിഷയങ്ങളിൽ നേരിട്ട് തീരുമാനമെടുക്കാനുള്ള ഒരു അധികാരമില്ല. അതിനാണ് വിദഗ്ധ സമിതിയെ വെച്ചത്. ആ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് പോലും ആ റിപ്പോർട്ടിൽ ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തീരുമാനമെടുത്ത് ജനങ്ങളെ കബളിപ്പിക്കുന്ന സമീപനം
അങ്ങനെയുള്ള ഒരു സർക്കാർ എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ പാവപ്പെട്ടവർക്ക് കൃമിയുടെ വില പോലും നൽകാത്ത ഒരു സർക്കാർ. അങ്ങനെ ഒരു സർക്കാരാണ് മാർക്സിസ്റ്റ് പാർട്ടി പറയുന്നത്. ഞങ്ങൾ പാവപ്പെട്ടവരുടെ പാർട്ടിയാണ്, അധ്വാനിക്കുന്നവരുടെ പാർട്ടിയാണ്, മണ്ണിൽ പണിയെടുക്കുന്നവരുടെ പാർട്ടിയാണ്, വയലേലകളിൽ വിയർപ്പ്, ആ വിയർപ്പിന്റെ ബലത്തിൽ ആ വിയർപ്പിന്റെ മണമുള്ളവരുടെ പാർട്ടിയാണ്. പക്ഷേ ഇന്നത്തെ CPM പണ്ടത്തെ പരിപ്പ് വടയും കട്ടൻ ചായയും കുടിച്ച് നടന്ന പാർട്ടി സഖാക്കളുടെ പാർട്ടിയല്ല. പകരം ഇന്ന് ഒരു AKG സെന്റർ പോരാത്തത് കൊണ്ട് രണ്ടാമത്തെ ശീതീകരിച്ച മുറികളുടെ AKG സെന്റർ പണിയുന്ന പാർട്ടി നേതാക്കന്മാർക്ക് താമസിക്കാൻ പഞ്ചനക്ഷത്ര സൗകര്യങ്ങളോടുകൂടിയിട്ടുള്ള ഫ്ളാറ്റുകൾ പണിയുന്ന ഒരു പാർട്ടി. അങ്ങനെ ഒരു പാർട്ടിയാണ് CPM. അവർക്ക് ഈ നാട്ടിലെ സാധാരണക്കാരുടെ വേദനകൾ, വിഷമങ്ങൾ അവർക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? ഇങ്ങനെയൊരു സാഹചര്യത്തിലാണ് ഇന്ന് കേരളമുള്ളത്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ പാർട്ടിയുടെ പുതിയ കാര്യാലയം പ്രവർത്തനം ഇങ്ങോട്ടേക്ക് മാറുന്നത്. വരാനിരിക്കുന്ന 5-8 മാസങ്ങൾക്കിടയിൽ ഈ ദുഷിച്ചു നാറിയ സംവിധാനം, ഈ സംവിധാനത്തെ സമ്പൂർണമായും തുടച്ചു മാറ്റാൻ, അതിനെ സമ്പൂർണമായി തൂത്തെറിയാൻ, ആ തൂത്തെറിയാനുള്ള 2 അവസരങ്ങളാണ് ഈ നാട്ടിലെ ജനങ്ങളുടെ മുന്നിൽ വരുന്നത്. നമ്മുടെ മുന്നിലുള്ള ചോദ്യം, ഈ ജനങ്ങളോട് പ്രതിബദ്ധതയില്ലാത്ത ഭരിക്കുന്ന നിലവിലുള്ളവരെ മാറ്റി ഇവരുമായിട്ട് കൂട്ടുകച്ചവടം നടത്തുന്ന പഴയ ഭരണക്കാരെ തിരിച്ചു കൊണ്ടുവരണമോ, പഴയ അഴിമതിക്കാരെ തിരിച്ചു കൊണ്ടുവരണമോ? കാരണം ഈ സർക്കാർ വരാൻ വേണ്ടിയിട്ട് 2016 അന്ന് ഇവര് ഉയർത്തിയ മുദ്രാവാക്യം ഇടതുപക്ഷം വരും എല്ലാം ശരിയാവും എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് ഒന്നും ശരിയായിരുന്നില്ല എന്ന് ജനങ്ങൾക്ക് മനസ്സിലായിരുന്നു എന്നാണ്. സോളാർ അഴിമതിയും ബാർകോഴ അഴിമതിയും ഉൾപ്പെടെയുള്ള നിരവധി അഴിമതി കഥകൾ. ആ അഴിമതിക്കെതിരായിട്ടാണ് കേരളത്തിലെ ജനങ്ങൾ വിധി എഴുതിയത്. പക്ഷേ 10 കൊല്ലത്തെ ഭരണം, കള്ളന്മാരെ പുറത്താക്കിയിട്ട് കാട്ടുകള്ളന്മാരുടെ ഭരണം, ആ ഭരണമാണ് കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൽ ഉണ്ടായിരുന്നത് എന്ന് ഇന്ന് തിരിച്ചറിയാൻ കഴിയുന്ന അവസ്ഥയിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. അതിനൊരൊറ്റ പരിഹാരമേ ഉള്ളൂ. ആ പരിഹാരം ഈ നാടിനോട് പ്രതിബദ്ധതയുള്ള, ഈ നാട്ടിലെ ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള, ഈ നാട്ടിലെ ജനങ്ങളുടെ താല്പര്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കുന്ന, അതിന് പ്രാധാന്യം നൽകുന്ന ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും ഈ മുന്നണിയെ ഭരണത്തിലേറ്റാൻ, കേരളത്തെ, രാജ്യത്തെ മുഴുവൻ 2047 കൂടിയിട്ട് വികസിത ഭാരതമാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ പരിശ്രമങ്ങൾ, ആ പരിശ്രമങ്ങൾ കേരളത്തിൽ ഉണ്ടാകണമെങ്കിൽ, കേരളത്തിൽ പ്രാവർത്തികമാകണമെങ്കിൽ, കേരളവും ഈ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളോടൊപ്പം വികസിക്കണമെങ്കിൽ, കേരളത്തിലെ നമ്മുടെ കുട്ടികൾ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ പോകേണ്ടി വരുന്ന സാഹചര്യം, ആ സാഹചര്യം ഒഴിവാക്കണമെങ്കിൽ കേരളത്തിലെ രക്ഷിതാക്കൾ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് അന്യനാടുകളിൽ പോയി പണിയെടുക്കേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കണമെങ്കിൽ, കൊല്ലം ജില്ലയിൽ ഈ അടുത്തുണ്ടായിട്ടുള്ള 2 ദാരുണ സംഭവങ്ങൾ, 2 സംഭവങ്ങളിലും വിദേശ രാജ്യങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ കുടുംബങ്ങളാണ്. ഇന്നലെ മരിച്ച മിഥുന്റെ അമ്മ കുവൈറ്റിൽ ജോലി ചെയ്യുക, കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത വിഭജിക ദുബായിൽ ജോലി ചെയ്യാൻ. കാരണം നമ്മുടെ നാട്ടിൽ വ്യവസായങ്ങളില്ല, സംരംഭങ്ങളില്ല, തൊഴിലെടുക്കാനുള്ള സാഹചര്യമില്ല, വരുമാനമുണ്ടാകാനുള്ള മാർഗങ്ങളില്ല. ഈ സാഹചര്യം മാറിയാൽ മാത്രമേ കേരളത്തിന് പുരോഗതി കൈവരിക്കാൻ കഴിയുള്ളൂ, കേരളത്തിന്റെ വികസനം ഉറപ്പുവരുത്താൻ കഴിയുള്ളൂ. അങ്ങനെ കേരളത്തെ മുന്നോട്ടേക്ക് പുരോഗതിയിലേക്ക് നയിക്കണമെങ്കിൽ കള്ളന്മാരെയും കാട്ടുകള്ളന്മാരെയും ചവിട്ടി പുറത്താക്കി ഈ നാടിനോട് കൂറുള്ളവരുടെ പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തെ പഞ്ചായത്തിന്റെയും സംസ്ഥാനത്തിന്റെയും ഭരണത്തിലേക്ക് കൊണ്ടുവരാൻ അതിന് ഉള്ള അവസരമാണ് വരാനിരിക്കുന്ന 2 തെരഞ്ഞെടുപ്പുകൾ. അതിനു വേണ്ടിയിട്ട് ജനങ്ങൾക്കിടയിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട്,
വീട് തോറും കയറിയിറങ്ങി ജനങ്ങളെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളുടെ മനസ്സിലുള്ള ആശങ്കകൾ, ആ ആശങ്കകൾക്ക് പരിഹാരം കണ്ടുപിടിച്ചുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള നേരിട്ടുള്ള പ്രവർത്തനം, സോഷ്യൽ മീഡിയ പ്രവർത്തനങ്ങളൊക്കെ വേണം. ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയക്ക് വലിയ പ്രാധാന്യമുണ്ട്. പക്ഷെ സോഷ്യൽ മീഡിയ മാത്രം പോരാ, ജനങ്ങളിടയിലുള്ള പ്രവർത്തനത്തോടൊപ്പം ആയിരിക്കണം സോഷ്യൽ മീഡിയ. അങ്ങനെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ജനങ്ങളിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായിട്ട് ഈ പാർട്ടി ഓഫീസ് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും ആശംസ.